പൂത്തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ കളവമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാനിന്നേകനാ എന്തിനും മുന്നിൽ വന്നു. കലോത്സവ വേദിയിൽ മത്സരാർത്ഥികളൊക്കെ വേദി വിട്ട് മറ്റൊരു വേദികളിലേക്കുള്ള ഓട്ടത്തിലാണ്. അതിനിടയ്ക്കാണ് സിനിമാ സെറ്റുകളിൽ നിന്ന് മറ്റൊരു സെറ്റുകളിലേക്കുള്ള ഓട്ടത്തിലുള്ള തിരക്ക് പിടിച്ചൊരു നടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിബിൻ ജോർജ് ആണ് മീഡിയ വണ്ണിനോടൊപ്പം ഉള്ളത്. ബിബിൻ ചേട്ടാ നമസ്കാരം, സ്വാഗതം. അപ്പൊ കലാനഗരിയിലേക്ക് സ്വാഗതം. ആരും തന്നെ എങ്ങനെ പോകുന്നു ലൈഫ്, സിനിമ, തിരക്ക്, ആ ലൈഫിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം അല്ലേ? നല്ല ശുക്രനടിച്ചു പോകുന്നുണ്ട്, അതാണ്. അപ്പോ തൃശ്ശൂരിലേക്ക് വന്നിട്ട് ശുക്രന്റെ വിശേഷമാണ് ആദ്യം പറയാനുള്ളത്. അപ്പോ ശുക്രന്റെ വിശേഷം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഫെബ്രുവരി 6-ാം തീയതി മാർഗംകളിക്കും പോകുമ്പോഴേക്കൊക്കെ ശേഷം നല്ലൊരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനറായിട്ട് ശുക്രൻ വരികയാണ്. ഒരുപാട് താരങ്ങളുണ്ട്. ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ചന്തുനാഥ് ഉണ്ട്, കോട്ടൺ നസീർക്ക് ഉണ്ട്, അസീസ്ക ഉണ്ട്, ആദിത്യ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള പടമാണ്. ചിരിക്കാനും കുറച്ച് സെന്റിമെന്റ്സും ആക്ഷനും റൊമാൻസും ത്രില്ലറും ഒക്കെ ഉള്ള കംപ്ലീറ്റ് എന്റർടൈനറാണ്. അപ്പൊ ഈ ശുക്രൻ വരുന്നത് പ്രമാണിച്ച് ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടവും തട്ടില്ല. ഇല്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. തിയേറ്ററിലൊക്കെ അങ്ങ് ഇളകും, ഈ പ്രാവശ്യം തൂക്കും. പിന്നല്ല, തൂക്കിയിരിക്കും. പിന്നെ നമ്മളിപ്പോ കലോത്സവത്തിലേക്ക് വന്നാലേ നമ്മള് ഈ കലാകാരന്മാരുടെ, സിനിമാ നടന്മാരുടെ ഒക്കെ ഒന്ന് പശ്ചാത്തലം തിരഞ്ഞു കഴിഞ്ഞാല് പൊതുവേ കലോത്സവ വേദി, നാടകങ്ങൾ, നൃത്തം, അങ്ങനെ മൊത്തത്തിലാകെ കലോത്സവത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. നമുക്കങ്ങനെ വല്ലതും ഏത് കലോത്സവത്തിന്റെ പശ്ചാത്തലം നമ്മൾ സ്കൂൾ ബിബിൻ ചേട്ടന്റെ കലോത്സവ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, പേടിപ്പെടുത്തുന്ന, ഭീതിജനകമായ, നെഞ്ചിടിപ്പിക്കുന്ന. കാരണം എപ്പോഴും മത്സരത്തില് ഭാഗമായിരിക്കുമല്ലോ, മിമിക്രി മത്സരമായിരിക്കും. എപ്പോഴും ഭയങ്കര ടെൻഷനാ ഈ പരിപാടി ചെയ്യലെന്ന് പറഞ്ഞാൽ, ഭയങ്കര ടെൻഷനാ. അപ്പൊ ഇവിടെ വന്ന് കേറിയപ്പോ മുതൽ ആ ടെൻഷനുണ്ട്. പഴയ ഓർമ്മകളൊക്കെ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് അല്ലെ? അതെ, തീർച്ചയായിട്ടും ആ ഓർമ്മകളാണ് ഇവിടെ വന്നപ്പോ മുതൽ ആ വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കലോത്സവത്തിലേക്ക് എത്തിയിട്ട് വേദികളിലേക്ക് പോകുന്ന സമയം കിട്ടിയോ? തിരക്കാണെന്ന് അറിയാമെങ്കിൽ പോലും ഞാനിപ്പോ ആദ്യം മീഡിയയിൽ എല്ലായിടത്തും പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകാന്നാണ് വിചാരിച്ചിരുന്നത്. സമാപന സമ്മേളനത്തിൽ ഉണ്ടാവോ? സമ്മേളനത്തിൽ ഉണ്ടാവില്ല, കാരണം എനിക്ക് വൈകിട്ട് വേറെ പരിപാടി ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ബിബിൻ ജോർജിന്റെ നീ മറന്ന പാട്ടുകൾ ഞങ്ങൾ ആരും മറന്നിട്ടില്ല, അത് മറക്കാൻ പറ്റുന്ന പാട്ടുകളും അല്ല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ എല്ലാ ഫ്ലോറിലും അത് തന്നെ പാടിയത്, ഇനി എന്നെ പാടിയ നാട്ടുകാർ കൈവെക്കും. അപ്പൊ വേറെ എന്താ ഐറ്റാണ് നമുക്കുള്ളത്? നീ മറന്ന പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തപ്പോ കൂടെ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മെയിനാണ്. പിന്നെ അതെ അതെ, ബബിഷ്ക കൂടി നമ്മുടെ മീഡിയ വണ്ണിന്റെ ബാക്ക് ബോണാണ്. അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചെറിയൊരു പെർഫോമൻസ് എന്തെങ്കിലും. ഇനി എന്താണ് ഈ ബഹളത്തിന്റെ ഇടയിൽ ഒരു പാട്ട് പാടാം, പിന്നെന്താ? ഓക്കെ. പൂത്തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ കളവമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാനിന്നേകനാ എന്തിനും മുന്നിൽ വന്നു. പരിതോമണം തൂകുമെൻ തിങ്കളേ. ഏത് പാട്ടാണ് ബാക്കി? ബാക്കി ഏതാണ്? സത്യമായിട്ട് നിനക്ക് കേട്ടില്ല? നീ പാട്ട് ഞാൻ കേട്ടില്ല. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. പിന്നല്ല, വേറെ എന്ത് വേണം എന്നുള്ളതാണ്. അതാണ് പാട്ട് നമുക്ക് കേൾപ്പിക്കാം. അപ്പോ ശുക്രനാണ് വിശേഷം. ശുക്രൻ അടുത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഫെബ്രുവരി 6 തിയേറ്ററുകളൊക്കെ ഇളകും. അപ്പൊ ഇളക്കാൻ വേണ്ടി മലയാളികൾ എല്ലാവരും തയ്യാറായിരിക്കുക. അപ്പോൾ തിരക്കുള്ള നടനെ നമുക്ക് തൽക്കാലം വിടാം. പ്രേക്ഷകർ എങ്ങോട്ടും പോകരുത്. സ്വർണ്ണക്കപ്പ് തൂക്കുന്നത് ആരാണ് എന്ന് നമുക്ക് കാത്തിരുന്നേക്കാം.